ഹലോ നമസ്കാരം. IPL ചരിത്രത്തിൽ ഇത്രയധികം മാസീവായിട്ടുള്ളൊരു കംബാക്ക് നടത്തിയ ടീം ഈ അടുത്തെങ്ങാനും കടന്നുപോയിട്ടുണ്ടോ? എൻ്റെ അറിവിലൊന്നുമില്ല. ഏതായാലും RCB അത്തരത്തിലുള്ളൊരു കംബാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിനെയും അവർ തകർത്ത് തെരിപ്പണമാക്കിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ DC പ്ലേ ഓഫ് മോഹങ്ങളൊക്കെ അവതാളത്തിലാക്കിയിരിക്കുകയാണ് RCB. 47 റൺസിന്റെ ഗംഭീര വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നതും. RCBയുടെ 187 റൺസ് പിന്തുടർന്നെത്തിയ ഡൽഹി ക്യാപിറ്റൽസ് 19.1 ഓവറിൽ 140 റൺസ് എടുത്തുകൊണ്ട് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഏതായാലും ഈ ഒരു വമ്പൻ വിജയത്തോടുകൂടെ RCB പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്ത് നിന്നും 5ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിട്ടുണ്ട്. ഒരൊറ്റ സ്ഥാനം കൂടി മെച്ചപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേ ഓഫിലേക്ക് ഇടം പിടിക്കുന്ന ടീമുകളിൽ RCBയും ഉണ്ടാവും. എന്നിരുന്നാലും അസാധ്യ കംബാക്ക് തന്നെയാണ്, ഒരു മാസ്മരിക കംബാക്ക് തന്നെയാണ് അവർ നടത്തിയതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം തുടർച്ചയായി 5 മത്സരങ്ങൾ വിജയിക്കുന്ന ഒരു ടീം ഇതുവരെ IPL 2024 സീസണിൽ കടന്നു പോയിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ RCB എത്രത്തോളം ശക്തമായിട്ടാണ് തിരിച്ചു വന്നതെന്ന്. നമുക്കറിയാം, ഈ ഒരു സീസണിൽ ഒരു സമയത്തൊക്കെ അടിവാരത്ത് കൂപ്പുകുത്തിപ്പോയ ടീമാണ് RCB. അങ്ങനെ ഒരു ടീമാണ് ഇത്ര അതിശക്തമായി തിരിച്ചു വന്ന് ഇപ്പോൾ 5ാം സ്ഥാനത്ത് പോയിന്റ് ടേബിളിൽ ഇടം പിടിച്ചിരിക്കുന്നതും. ഏതായാലും ഈ ഒരു വമ്പൻ വിജയം അവർക്ക് നെറ്റ് റൺ റേറ്റും അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന്റെ മറുപടി ബാറ്റിംഗിൽ ജേക്ക് ഫ്രേസർ ഒഴികെയുള്ള മുൻനിര ബാറ്റർമാരൊക്കെ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. ഇമ്പാക്ട് സബ്ബായിട്ട് ഇറങ്ങിയ ഡേവിഡ് വാർണർ 2 പന്തുകളിൽ 1 റണ്ണ് മാത്രം എടുത്തും വിക്കറ്റ് കീപ്പർ അഭിഷേക് പോറലും അതുപോലെ തന്നെ കുമാർ കുശാഗ്രയും ഒക്കെ 3 പന്തുകളിൽ 2 വീതം റൺസുമായി മടങ്ങിയപ്പോൾ വെറും 8 പന്തുകളിൽ 21 റൺസ് അടിച്ചുകൂട്ടി വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രേസർ മഗ്രൂക്ക് നിർഭാഗ്യം എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഒരു റൺഔട്ട് ആയിക്കൊണ്ട് മടങ്ങുകയായിരുന്നു. പിന്നീട് 23 പന്തുകളിൽ 29 റൺസ് എടുത്തിരിക്കുന്ന ഷായ് ഹോപ്പ് അലക്ഷ്യമായ ഒരു ഷോട്ട് അടിച്ചുകൊണ്ട് പുറത്താവുകയായിരുന്നു. അതുപോലെ തന്നെ ഇല്ലാത്ത റണ്ണിനായി ഓടിയ ട്രിസ്റ്റൻ സ്റ്റബ്ബിനെ 4 പന്തിൽ 3 റൺസ് എടുത്തിരിക്കുന്ന സ്റ്റബ്ബിനെ ഗ്രീൻ റൺഔട്ട് ആക്കിയതും DCക്ക് വലിയ തിരിച്ചടി തന്നെയായി. ഏതായാലും സ്റ്റബ്സും പോയതോടുകൂടെ 11 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ വെറും 90 എന്ന നിലയിലായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ്. പക്ഷേ പിന്നീട് 30 പന്തുകളിൽ സിക്സറോടുകൂടെ 50 തികച്ച ക്യാപ്റ്റൻ അക്സർ പട്ടേൽ ഡൽഹി ക്യാപിറ്റൽസിനായി പൊരുതുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെ, ഒരു ക്യാപ്റ്റൻ ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ന് അക്സർ പട്ടേൽ കളിച്ചിട്ടുള്ളത്. 15ാമത്തെ ഓവറിൽ റാസിക്കിനെ മടക്കി ഗ്രീൻ അടുത്ത പ്രഹരവും ഡൽഹി ക്യാപിറ്റൽസിന് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ അക്സറിനെ 39 പന്തുകളിൽ 57 റൺസ് എടുത്ത് നിൽക്കെ യാഷ് ദയാലാണ് വീഴ്ത്തുന്നത്. അതോടുകൂടെ DCയുടെ സകല പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു. അവസാനക്കാരെ മുകേഷ് കുമാറും കുൽദീപ് യാദവും മടങ്ങിയതോടുകൂടെ ഡൽഹി ക്യാപിറ്റൽസിന്റെ തോൽവി സമ്പൂർണ്ണമായി തീരുകയായിരുന്നു. എന്തായാലും യാഷ് ദയാലും 3 വിക്കറ്റുകളും ലോക്കി ഫെർഗ്യൂസൺ 2 വിക്കറ്റുകളും കാമറൂൺ ഗ്രീനും മുഹമ്മദ് സിറാജും സ്വപ്നിൽ സിംഗും ഓരോ വിക്കറ്റുമായി RCBക്ക് വേണ്ടി ഗംഭീര ബൗളിംഗ് തന്നെയാണ് നടത്തിയത്. എന്തായാലും ബാറ്റിംഗിലും ബൗളിംഗിലും ക്യാപ്റ്റൻസിയിലും ഒക്കെ RCB വേറെ ലെവലായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവർ അത്രയും മത്സരങ്ങളൊക്കെ ഈ ഒരു IPL സീസണിന്റെ തുടക്കത്തിലൊക്കെ തോറ്റതെന്നുള്ള കാര്യമാണ് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം അത്ര മികച്ച ടീമാണെന്ന് ഇപ്പോഴും RCB അത് തെളിയിക്കുന്ന പോരാട്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും. RCB പ്ലേ ഓഫിലേക്ക് എത്തുമെന്നൊന്നും നമുക്കിപ്പോൾ ഒരു തരത്തിലും പറയാൻ പറ്റില്ല. കാരണം നേരത്തെ രാജസ്ഥാൻ റോയൽസിനെ CSK തകർത്തതോടുകൂടെ CSK ആ ഒരു പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്ത് എത്തിയതും RCBക്ക് കനത്ത തിരിച്ചടിയാണ്. പക്ഷേ ഈ തരത്തിൽ കംബാക്ക് നടത്തിയ ഒരു ടീം പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ സങ്കടവുമാണ്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഗുഡ് ബൈ.